മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. റെയിൻബോ ഇവന്റ് മൂലകുത്തിയുടെ നേതൃത്വത്തിൽ പൗരാവലി സ്വീകരണമൊരുക്കി. ഹരിപ്രിയ ബി, ആര്യശ്രീ എന്നിവർക്കാണ് സ്വീകരണം നൽകിയത്. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വഹീദ പാറേമൽ ഉദ്ഘാടനം ചെയ്തു. റെയിൻബോ ഇവന്റ് മൂരികുത്തിയുടെ നേതൃത്വത്തിൽ മൂരികുത്തി പൗരാവലി അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സെന്ററിൽ നിന്നും കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് നേടിയ ഹരിപ്രിയ ബി, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷയിൽ കൺട്രോളർ ജനറൽ ഓഫ് ഡിഫൻസ് അക്കൗണ്ടന്റ് ഓഡിറ്റായി സെലക്ഷൻ നേടിയ ആര്യശ്രീ ടി എന്നിവർക്ക് സ്വീകരണം നൽകി. ഞാൻ സ്വന്തം നാട്ടിൽ ഇങ്ങനെ ഒരു സ്വീകരണം തന്നതിന് ഞാൻ പൗരാവലിയോട് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. എൻ്റെ ഈ റിസർച്ച് ജേർണിയെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ ഇപ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയിലാണ് PhD കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു റിസർച്ച് കരിയർ ഞാൻ ചൂസ് ചെയ്യുന്നത് +2 കഴിഞ്ഞതിന് ശേഷമാണ്. +2 കഴിഞ്ഞിട്ട് ഒരു നാഷണൽ ലെവൽ കോമ്പറ്റേറ്റീവ് എൻട്രൻസ് എക്സാം ക്ലിയർ ചെയ്തിട്ടാണ് എനിക്ക് ഐസറിൽ അഡ്മിഷൻ ലഭിച്ചത്. ഇന്ത്യയിൽ ആകെ 7 ഐസറുകളാണുള്ളത്. അതിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയത് ഐസർ ഭോപ്പാലായിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് ഒരു 11 വർഷം മുന്നേ ഇത്രയും ദൂരെ പോയി പഠിക്കുക എന്ന് പറയുന്നത് വളരെയധികം ടെൻഷനുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഇനീഷ്യൽ ടൈമിൽ ഇവിടെ ജോയിൻ ചെയ്യണോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയുമാണ്. അപ്പോൾ ഈ ഒരു പരിപാടി ആദ്യമേ തന്നെ ഈ ഒരു പരിപാടി ഓർഗനൈസ് ചെയ്ത ഈ റെയിൻബോ ഇവൻസിനും മുരുതിയുടെ ഈ പൗരാവലിക്കും എൻ്റെ ഒരു വലിയ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ എൻ്റെ കസിനാണ്. അപ്പോൾ കസിൻ്റെ കൂടെ ഇങ്ങനൊരു വേദി പങ്കിടാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അപ്പോൾ രണ്ടുപേരും ഒരു സ്ഥാനത്തെത്തി. ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഈ ഒരു എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും PSCനെ പറ്റി അറിയാം, പക്ഷെ SSCനെ പറ്റി ഒരു ധാരണക്കുറവ് പൊതുവെ മലയാളികൾക്കുണ്ട്. മലയാളികൾക്ക് തന്നെ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലും ഈ ഒരു എക്സാമിനെ പറ്റി അധികം ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഇതിന് ഇവിടുന്ന് ഇപ്പോൾ കേരളത്തിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. ഇപ്പോഴാണ് കുറച്ചും കൂടെ ആൾക്കാർ ഇങ്ങനെ അറിഞ്ഞു വരുന്നത്. അപ്പം ഈ നമ്മുടെ നാട്ടിലും ഇനിയും ഒരുപാട് ആൾക്കാർ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങട്ടെ എന്നും ആ ഒരു ഇപ്പം എന്നിലൂടെ ഇങ്ങനൊരു എക്സാം ഉണ്ടെന്നും ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് എല്ലാവരും അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഇനിയും ഈ നാട്ടിലേക്ക് ഒരുപാട് ഗവൺമെന്റിന്റെ ഓഫീസർമാർ ഇനിയും ഉണ്ടാകട്ടെ എന്ന് വിചാരിക്കുന്നു. പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വാഹിദ പാറേമേൽ ഉദ്ഘാടനം ചെയ്തു. ഈ നാട് ഈ 2 കുട്ടികളുടെയും സന്തോഷത്തിൽ അവർ നേടിയ ഏറ്റവും മഹത്തായ വിജയത്തിൽ ഈ നാട് എത്രത്തോളം സന്തോഷത്തോടെ അതിനെ നോക്കിക്കാണുന്നുണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ ഒരു ഉദാഹരണമാണ് ഈ കനത്ത മഴയിലും എൻ്റെ മുന്നിലും എൻ്റെ പിറകിലും ഒക്കെ ആയി വന്നിരിക്കുന്ന ആൾക്കൂട്ടം കാണുന്നത്. ശ്രീയും ആര്യശ്രീയും അവരുറങ്ങാതിരുന്നു കൊണ്ട് അവരുടെ രാവുകളെ പകലുകളാക്കിക്കൊണ്ട് അവർ കഠിനാധ്വാനം നടത്തിയത് കൊണ്ടാണ് ഇന്ന് ഈ നാട്ടിലെ ഈ മൂരികുത്തിയിലെ ഈ പഞ്ചായത്തിലെ അല്ലെങ്കിൽ പേരാമ്പ്ര ബ്ലോക്കിലെ ഉദിച്ചു നിൽക്കുന്ന നക്ഷത്രങ്ങളായി ഈ 2 പേരും മാറി ഈ നാടിന് മുഴുവൻ അഭിമാനം സമ്മാനിക്കുന്നത്. ഇവരുടെ ഈ ജീവിതയാത്രയിൽ ഇനിയും ഒരുപാട് പഠനങ്ങൾ ഇവർക്ക് ഈ ജീവിതത്തിൽ നടത്തേണ്ടതുണ്ട്. മുന്നോട്ടും ഇനിയും പുതിയ വിവിധ മേഖലകളിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ജീവിതത്തെ പഠിക്കുന്നതിനുണ്ട്. ജീവിതം പഠിക്കുന്നതോടൊപ്പം പുതിയ വിദ്യാഭ്യാസ മേഖലകളിൽ ഉയർന്ന ജീവിത വിജയം, അതോടൊപ്പം തന്നെ അവരുടെ വിദ്യാഭ്യാസ മൂല്യങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പ്രയത്നങ്ങളാണ് പ്രിയപ്പെട്ട കുട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ സമൂഹത്തിന് നൽകുന്ന അഭിമാനകരമായ ഒരു വിജയം തന്നെയാണ് എന്ന് പറയാം. അസീസ് മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മഹിമ രാഘവൻ നായർ, TC രാമർ നമ്പ്യാർ, സോപ്പി മാസ്റ്റർ, ജറീഷ് മാസ്റ്റർ, നൌജിത്ത്, രജീഷ് പണിക്കർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സന്തോഷ് PK സ്വാഗതവും നൈനിക വാഴയിൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.